ഹലോ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഹലോ പിന്നെ ബി ബി എസിന്റെ എത്രാമത്തെ ദിവസമാണ്? രണ്ടാമത്തെ ദിവസം. ഇനി എത്ര ദിവസം കൂടെ ബി ബി എസ്? 10 ദിവസമുണ്ട്. 8 ദിവസം കഴിഞ്ഞു. ഇനി എത്ര ദിവസം? നമുക്ക് സമാപനം കൂടെ കൂട്ടിയിട്ട് 6 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിച്ചത്? പ്രകാശത്തെ പറ്റി പഠിച്ചു. നമ്മുടെ ചിന്താ വിഷയം എന്താ? എഴുന്നേറ്റ് പ്രകാശിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നലെ പഠിച്ച വാക്യം ആർക്കെങ്കിലും അറിയോ? ഇന്നലെ വന്നവരാരെയും പറഞ്ഞേ? ഓക്കെ. നിങ്ങൾ അന്നുള്ള വാക്യങ്ങൾ അന്നു തന്നെ പഠിക്കണം. നമ്മൾ പഠിപ്പിച്ചു വിടുന്ന വാക്യങ്ങളെല്ലാം നിങ്ങൾ അന്നു തന്നെ പഠിക്കണം. നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആ വാക്യം പഠിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠമാണ് 2 പ്രകാശം പ്രവൃത്തി. ഓക്കെ. പ്രകാശം നമ്മുടെ പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 2 ആയിട്ട് തിരിക്കും. നല്ല പ്രവൃത്തിയുണ്ട്, ദുഷ്ടപ്രവൃത്തിയുണ്ട്. ഈ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? മറ്റുള്ളവരെ സഹായിക്കാം, അനുസരിച്ച് നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം, സ്നേഹിക്കണം, കള്ളം പറയാൻ പാടില്ല. അതായത് നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. അപ്പോൾ ദുഷ്ടപ്രവൃത്തി എന്തായിരിക്കും? കള്ളം പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് എതിരായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ വായിച്ച് നമുക്കറിയാം എത്രമാത്രം ദുഷ്പ്രവൃത്തികളും ചിന്തകളുമാണ് യുവതലമുറയെ പിടിമുറുക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രവൃത്തിയാണോ ദുഷ്ടപ്രവൃത്തി ചെയ്യാനോ? നല്ല പ്രവൃത്തി. നമ്മളെല്ലാവരും നല്ല പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ വരുന്നതും വീട്ടിൽ പങ്കെടുക്കുന്നതും ദൈവവചനം പഠിക്കുന്നതും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് നല്ല പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു പ്രവൃത്തി മറ്റുള്ളവർക്ക് സഹായമാണ്. അതായത് നമ്മളിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ നമ്മളിലൂടെ ക്രിസ്തുവിനെ കാണണം. അങ്ങനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ മാത്രമേ ക്രിസ്തുവിനെ നമ്മളിലൂടെ കാണാൻ കഴിയും. ആ ഒരു തരത്തിൽ നമ്മുടെ പ്രകാശം മറ്റുള്ളവർക്ക് നൽകണം. അപ്പോൾ ഇതുപോലെ ഒരു നല്ല പ്രവൃത്തി കാഴ്ചവെച്ച ആളെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. യേശുവിനൊരു ശിഷ്യ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്നത് യേശു വനിതകളിൽപ്പെട്ട ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അത് അറിയോ? യോപ്പയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പണ്ട് മുതലേ കണ്ടസ്പിള്ളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. തബീത. യോപ്പയിൽ പറഞ്ഞിരുന്ന തബീത. തബീത എന്ന വാക്കിന്റെ അർത്ഥം വേടമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോളാം. കാരണം നമുക്ക് തുടർന്നുള്ള ദിവസങ്ങൾ ഞങ്ങൾ ചോദിക്കും. പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത ഗെയിമുകൾ വന്നേക്കാം. നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ കുറിച്ചിടണം. എന്നാൽ മാത്രം നിങ്ങൾ ഗെയിമുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ സഹായിക്കാൻ പറ്റും. അപ്പോൾ തബീത ഇവിടെ പറഞ്ഞിട്ടുള്ളത് നാട്ടുകാർക്ക് നടക്കും. അവിടുത്തെ വിധവമാർക്കും ദരിദ്രർക്കും പാവപ്പെട്ടവർക്ക് എല്ലാവരും അക്ഷരമായിരുന്നു. യോപ്പയിൽ പാർത്തിരുന്ന വിധവമാർക്കും ദരിദ്രന്മാർക്കും ഒരു അക്ഷരമായിരുന്നു തബീത. തബീതയും ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട ആളോ ഒരു പണക്കാരും നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ കുടുംബത്തിൽ ഒരു വെറും തയ്യൽക്കാരിയായിരുന്നു. ആൾക്ക് ലഭിക്കുന്ന തയ്യൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹായിക്കുമായിരുന്നു. ആൾക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ ഒരു ചെറിയ ഉപജീവന മാർഗത്തിൽ നിന്ന് തബീത എന്ത് ചെയ്യുമായിരുന്നു? ദരിദ്രർക്കും അവിടുത്തെ വിധവമാർക്കും എല്ലാം സഹായം ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് തബീത മരിച്ചു. എന്തായാലും സ്വാഭാവികമായിട്ടും ഈ തബീത സഹായിച്ച എല്ലാവർക്കും ഉണ്ടാവും വിഷമമുണ്ടാവില്ലേ? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സഹായക്കാരുന്ന ഒരാൾ നമ്മളെ വിട്ട് വിഷമമുണ്ടാവും. അതുപോലെ തന്നെ തബീതയുടെ നാട്ടിൽ എല്ലാവരും എല്ലാവരും മരണ വീട്ടിൽ വന്നിട്ട് അറിയാലോ. വീടുകളുടെ സാഹചര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തബീതയുടെ വേർപാടിൽ എല്ലാവരും ദുഃഖിതരായിരിക്കുന്ന അവസരത്തിലാണ് പത്രോസ് അവിടെ എത്തുന്നത്. അവിടെ എത്തി എന്ത് ചെയ്തു? ഇവരുടെ ദുഃഖമെല്ലാം കണ്ട് തബീതയാണ് ഒരു ദൈവിക കൃപയുള്ള ആളാണ്. ശിഷ്യാണ്. പത്രോസ് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഓരോ കാര്യങ്ങളും അവര് സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ആ മരണത്തിൽ കിടന്ന ആളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പത്രോസ് പ്രാർത്ഥിച്ച് മുട്ടിൽ വീഴുന്ന പ്രാർത്ഥിച്ച് തബീതയെ
ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാരണം എന്താണ്? കബീർ അത്രയ്ക്കും ജൈവികമായിട്ടുള്ള തേജസ്സുള്ളത്. അതുപോലെ തന്നെ സാധുക്കളെ സഹായിക്കുകയും അത്രയും അശരണർക്ക് ആശ്വാസമായിരുന്ന ഒരു വനിതയായിരുന്നു കബീർ. അപ്പോൾ ദൈവം കബീരെ എന്ത് ചെയ്തു? കബീരെ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറാനായിട്ട് ദൈവം രക്ഷിച്ചു, പത്രോസിനാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുപോലെ നമ്മൾ എന്തായിരിക്കണം? അതുപോലെ തന്നെ ക്രിസ്തു നമുക്ക് പകർന്നു നൽകിയ പ്രകാശവും നമ്മൾക്ക് പ്രതിഫലിക്കാൻ കഴിയണം. അങ്ങനെ പ്രതിഫലിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യണം. ഇതേപോലെ നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും മറ്റുള്ളവർക്ക് നൽകണം. എന്നാൽ മാത്രമേ നമ്മുടെ ദൈവിക ഭാവം മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ നമുക്ക് ഇന്ന് തബീലയുടെ കുറച്ച് സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയാം. തബീല എങ്ങനെയുള്ളവരായിരുന്നു? ക്രിസ്തുവിനായി സൽപ്രവൃത്തി ചെയ്തിരുന്ന ആളാണ്. അല്ലേ? ക്രിസ്തുവിനായി സൽപ്രവൃത്തികൾ ചെയ്തിരുന്നു. പാവങ്ങളെ സഹായിക്കുകയും ഇടക്കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെയാണ് തബീല പാവങ്ങളെ സഹായിച്ചിരുന്നത്. അതുപോലെ തന്നെ തനിക്കുള്ളത് പങ്കിടാൻ ഒരു മടി. അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ നോക്കാം. നമ്മുടെ പപ്പ കളിപ്പാട്ട വാങ്ങിക്കൊണ്ട് ഒരെണ്ണ വാങ്ങിക്കും. നമുക്ക് സഹോദരനുണ്ട്. നമ്മുടെ കളിപ്പാട്ട സഹോദരൻ എടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും കൊടുക്കാൻ നമ്മൾ വിസമ്മതിക്കില്ല, മടിക്കും. പപ്പ എനിക്ക് വാങ്ങിച്ചു പോകുന്നതിന് അവന് വേണമെങ്കിൽ വേറെ വാങ്ങിച്ചു കൊടുക്കുന്നു പറയും. അവിടെ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും? ഒരാഗ്രഹമുണ്ടാവും. പക്ഷേ കവിതയുടെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ ഉള്ളതിൽ നിന്ന് അവൾ സാധുക്കളെ സഹായിച്ചു. അതുപോലെ കവിതയ്ക്ക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധത ഉണ്ടായിരുന്നു. അവൾ സമൂഹത്തിലെ പാവങ്ങളെ അശരണയിലേക്ക് കണ്ടു. നമ്മളാണെങ്കിൽ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് സമൂഹത്തിലുള്ളവർക്ക് കൊടുക്കാൻ പലപ്പോഴും മനസ്സ് കാണിക്കാറില്ല. കണ്ടിട്ടും കാണാതെ പോകുന്നൊരു അവസ്ഥയാണ്. നമുക്ക് നല്ല ശബരിക്കാരൻ്റെ ആ ഒരു സന്ദർഭം പറയും. പലരും കടന്നു പോയിട്ട് അവസാനം രക്ഷിച്ചത് നല്ല ശബരിക്കാരനായിരുന്നു. അതുപോലെ നമ്മൾ നല്ല ശബരിക്കാരനെ പോലെ അല്ലെങ്കിൽ കവിതയെ പോലെ നമ്മുടെ സഹജീവികളെ കാണാനും അവരുടെ ദുഃഖങ്ങളെയും അവരുമായിട്ടുള്ള ഒരു സമ്പർക്കവും എന്നും നിലനിർത്തി അവരുടെ സാമൂഹിക ഒരു പ്രതിബദ്ധത ഉള്ളവരായിരിക്കും. അങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ പാപം എനിക്ക് മറ്റുള്ളവരിൽ പ്രകാശിപ്പിക്കാൻ കഴിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും. ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞു തരാം. സ്കൂളിലെ കുട്ടികളൊക്കെ ബഹളവും കാണിച്ചിട്ടുണ്ട്. ഒരു ദിവസം ക്ലാസ്സിൽ ഭയങ്കര ബഹളം. ടീച്ചർ വന്നു പറഞ്ഞു, എന്ന് പറയും. അച്ഛനൊക്കെ ഇരുത്തി പറയും. ടീച്ചർ എന്ന് പറഞ്ഞു, സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ നിന്നൊരു ടൂർ പ്രോഗ്രാമാണ്. ആദ്യം പെട്ടെന്ന് പേര് തരുന്ന എല്ലാവർക്കും ടൂറിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാവുമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ടൂറിന് കേട്ടപ്പോഴേ ചാടി വീഴുന്നത് ആഹ്ലാദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എല്ലാവരും ആഹ്ലാദിച്ചപ്പോൾ ഒരാൾ മാത്രം വിഷമിച്ചിരിക്കും. പ്രിൻസ് എന്ന് പറയുന്ന ഒരു ബാലൻ വിഷമിച്ചിരിക്കുകയാണ്. പ്രിൻസ് എന്ന് പറയുന്ന ബാലൻ മനസ്സിൽ വിഷമിക്കുകയാണ്. ദൈവമേ, എനിക്ക് പോകാൻ അതിലുള്ള സാമ്പത്തിക ശേഷി ഇല്ലല്ലോ, എൻ്റെ കുടുംബത്തിന് അങ്ങോട്ട് പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാവരും ഇതിനുള്ള പൈസ അവരുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് അതേപോലെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് നോക്കിയപ്പോൾ പ്രിൻസ് മാത്രം കൊടുത്തില്ല, ബാക്കി എല്ലാവരും കൊടുത്തു. അപ്പോൾ എന്താണ് കാരണമെന്നൊക്കെ തിരക്കി മനസ്സിലായി. അവന് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ടൂറിന് വരാത്തത്. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്തു? ഒരു പ്ലാൻ ഉണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യില്ലേ ക്ലാസ്സിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ അവരെന്ത് ചെയ്തു? ഒരു ചെറിയൊരു കൂട്ടായ്മ പോലെ കൂടി അവന് ഒരു പൈസ സമാഹരിക്കാനായിട്ട് തീരുമാനിച്ചു. ഉള്ള ഒരു വീട്ടിൽ ഉള്ള അവരെ കൊണ്ട് പറ്റുന്ന തുക അവർ കളക്ട് ചെയ്ത് എന്ത് ചെയ്തു? പ്രിൻസിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ അവർ ഗൂഢാലോചന ചെയ്തത് അവരുടെ ക്ലാസ് ടീച്ചറെ കണ്ടു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ തിരക്കി, എന്താണ് കാര്യം, എന്താണ് ഈ ഒരു ഗൂഢാലോചന, പൈസ പിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ടീച്ചറിനെ തിരക്കി. അപ്പോൾ ടീച്ചറിന് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു, ഇവിടെ പ്രിൻസിന് പൈസ ഇല്ല, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുകയാണ്. ടീച്ചർ പറഞ്ഞു, നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പെട്ടെന്ന് വിഷമമായി. കാരണം അവർ സർപ്രൈസ് ആയിട്ട് ഫ്രണ്ട്സിന് ആ ഒരു എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ടീച്ചറെല്ലാം വന്ന് എന്ത് ചെയ്തത്? തകടം മറിച്ചിരുന്നു. വിഷമമുണ്ടാകും. നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുള്ള പേര് വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് വേറെ ഒരാൾ പറയാം, നിങ്ങൾ അത് ചെയ്യും, ഞാൻ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട്
ഒരു വിഷമമുണ്ട്. ആ ഒരു വിഷമം അവിടുത്തെ പിള്ളേർക്ക് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പ്രണവ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ പറഞ്ഞു, ടീച്ചറെ അവൻ നമ്മുടെ കൂട്ടത്തിൽ ഞങ്ങളിൽ ഒരാളാണെന്ന് പറഞ്ഞ് അപ്പം അവനെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞ് ടീച്ചർ ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ കുട്ടികളും അവരുടെ കൂടെ ഉള്ള സുഹൃത്തിനെ കൂടെ പോലെ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ഒരാളായിട്ട് കണ്ട് സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്ന് നമുക്ക് തോന്നി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ തീരുമാനിച്ച പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പൈതങ്ങളെ മാതൃകയാക്കണം. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് ഒരു ദുഃഖം അല്ലെങ്കിൽ ദുരിതം അവർ വന്നപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു. അവർ ഒന്നും നോക്കിയില്ല, അവരുടെ ജാതിയോ മതമോ അതിൻ്റെ നിറമോ ഒന്നും നോക്കാതെ ആയിരിക്കും ചിലപ്പോൾ ചെയ്തത്. ആ ഒരു പൈതങ്ങൾക്കുണ്ടായ ആ ഒരു മനസ്സരിവും ആ ഒരു കരുതലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രതിഫലിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികളെ ചെയ്ത് സമൂഹത്തിൽ മാതൃകയായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇന്നത്തെ മനപ്പാഠവാക്യം മത്തായി 5:16. പെട്ടെന്ന് എടുത്തേ. മത്തായി 5:16 എടുത്തവരാൾ വായിച്ചേ. എടുത്തവരാൾ പെട്ടെന്ന് വായിച്ചേ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പഠിക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചേർന്ന് പറയണം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം, നിങ്ങൾ ചേർന്ന് പറയുക. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആർക്ക് പെട്ടെന്ന് ചാടി വെച്ച് പറയാം? ആർക്ക് പറയും? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ട് ആദ്യം ഞാൻ വിളിക്കും വരുന്ന എല്ലാവർക്കും ഞാൻ ചോക്ലേറ്റ് തരും. അപ്പോൾ നാളെ നിങ്ങൾ പഠിച്ചിട്ട് വരിക. ദൈവം നമ്മളെ ദൈവത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം.